നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു, അമ്പലത്തിൽ പോയി വന്നു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്താ, ഉപ്പുമാവും കടലയായിരുന്നു കേട്ടോ. ഉപ്പുമാവ് കടല അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് വെക്കണ്ടേ, ഉച്ചക്കലേക്ക് ചോറ് വെക്കണം. അതിൻ്റെ അടുപ്പത്തിട്ടു. ഇനി ജയശ്രീ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ജയശ്രീ പാലക്കാട് യാത്രയായിരുന്നു. അവളുടെ വീട്ടിൽ പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ചക്കക്കുരു, മുരിങ്ങക്കായ, മാങ്ങ ഒക്കെ കൂടിയിട്ടൊരു സ്പെഷ്യൽ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. സിമ്പിൾ കറി, നല്ല കറിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അത് ചക്കക്കുരു എന്ന് വെച്ചാൽ നിസ്സാരക്കാരനൊന്നുമല്ല, അത് കളയാൻ പാടില്ല. പണ്ടൊക്കെ കളഞ്ഞിരുന്നല്ലോ. നമുക്കത് വെക്കാം കേട്ടോ. ചക്കക്കുരും മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ടാണ് വെക്കാൻ പോണേ. ഓക്കെ. പിന്നെ മഴയൊക്കെ തുടങ്ങിയല്ലോ ഇവിടെ. നല്ല മഴ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, രാത്രി മഴ. ഭൂമി തണുത്തു കേട്ടോ. ഒരു സമാധാനമായി കേട്ടോ ഞങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ ഈ വ്യൂവേഴ്സിൽ ഏറ്റവും വിഷമം പറഞ്ഞിട്ട്, കേരളത്തിലൊക്കെ അത്യാവശ്യം മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ, കിട്ടിയിട്ടില്ലേ? നമ്മുടെ ഹൈദരാബാദിലെ നന്ദിനി പറയണത് അവിടെ ഭയങ്കര ചൂടാന്നാണ് പറയണത്. സഹിക്കാൻ പറ്റാത്ത ചൂടാന്നാണ് പറയണത്. അപ്പോൾ നന്ദിനിക്ക് എന്താ പറയുക, നന്ദിനി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞില്ല, സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ അവസാന കൈയാണ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അല്ലേ. പ്രാർത്ഥിച്ചു, മഴ പെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമുള്ള കാര്യമുണ്ടായി. ഞങ്ങളുടെ മോട്ടറൊക്കെ, അതായത് പുതിയ കിണർ കുത്തിയില്ലേ, കുഴൽ കിണർ, അതിനുള്ളിൽ ഒരു മോട്ടർ വെച്ചിരുന്നു. ആ മോട്ടറിന് കണക്ഷൻ കിട്ടി. അതൊരു സന്തോഷമുള്ള ദിവസമാണ്. അതിന് കണക്ഷൻ കിട്ടിയ മോട്ടർ അടിച്ച അന്ന് തന്നെയാണ് മഴയും പെയ്തത്. അപ്പോൾ സന്തോഷമായിട്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ആ സന്തോഷം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാണിച്ചു തരാം കേട്ടോ ഒന്ന്. ഓക്കെ. മഴ ചാറിനുണ്ട് കേട്ടോ. നമ്മുടെ മോട്ടർ ഓൺ ചെയ്താലോ ജയശ്രീ? ആ മോട്ടർ ഞാൻ ഓൺ ചെയ്യാം, പിടിച്ചു തരുമോ? ഓൺ ചെയ്യാം അല്ലേ. സ്വിച്ച് ഓൺ ചെയ്തു. ഇതാണ് നമ്മുടെ സ്വിച്ച്. നോക്കാം അല്ലേ. നല്ല പെയ്യുണ്ടല്ലേ. അതാണ് കണ്ട, നമ്മൾ കണക്ഷൻ കിട്ടി. കണക്ഷൻ കിട്ടിയതിൻ്റെ അന്ന് തന്നെ മഴയും പെയ്തു. അപ്പോൾ നമ്മുടെ മനസ്സിൽ മഴ പെയ്തു, പുറത്ത് മഴ പെയ്തു. ഓഫാക്കാം അല്ലേ? ഓഫാക്കാം. എവിടെയാ? അതാ അവിടെ ഓഫായിക്കോളാം. അപ്പോൾ മോട്ടർ അടിക്കലും കഴിഞ്ഞു, മഴ പെയ്യലും കഴിഞ്ഞു കേട്ടാ. സന്തോഷമായില്ലേ? ഈ തണുപ്പ് അവിടെ ചെടി പൂവല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ പൂവ്. ചക്കക്കുരു കുറച്ച് വെട്ടി, മഷി കളയണ്ട, വെറുതെ വെട്ടിയാൽ മതി. ഇന്ന് ജയശ്രീക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ജയശ്രീ പാലക്കാട് പോയിക്കായിരുന്നു മോളിടക്ക്. എന്തൊക്കെ വിശേഷം അവിടെ? വിശേഷം. മഴ പെയ്തോ? മഴ പെയ്തൂല. പാലക്കാടും മഴ പെയ്തു എന്നർത്ഥം. മഴ പെയ്യാതെ എവിടെയാ? മഴ പെയ്യാത്തല്ലോ. കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തുണ്ടാവും അല്ലേ. ഞാർക്ക മഴ കിട്ടാത്തതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. നമ്മുടെ നന്ദിനിയില് ഹൈദരാബാദ്, അവർക്ക് മഴ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഹൈദരാബാദില് ഭയങ്കര ചൂടാന്നാ പറഞ്ഞത്. സഹിക്കാൻ പറ്റുന്ന ചൂടാന്നാ പറഞ്ഞത്. എന്താ ചെയ്യാന്നൊക്കെയാ പറയണത്. ഒന്നും ചെയ്യണ്ട, ഞങ്ങള് പ്രാർത്ഥിക്കാം കേട്ടോ. സർവേ ഭവന്തു സുഖിനഃ പ്രാർത്ഥിക്കാം. പിന്നെ കളിയാക്കല്ല കേട്ടോ. കാര്യമായിട്ട് ഭൂമിയിലെല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാനാണ് നിവർത്തിയുള്ളൂ. നമ്മൾ നല്ലതൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, വെറുതെ ഇരിക്കാണ്ടിരിക്കുക. നമ്മളെപ്പോഴും വെറുതെ ഇരിക്കില്ലേ ഇങ്ങനെ ജയശ്രീ? ഒന്നും ചെയ്യാണ്ടിരുന്നു, ഒരു പണിയില്ലാണ്ട് ഇപ്പം ഇതിനുണ്ടാവുക. ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ ദുഷ്ടവിചാരങ്ങളൊക്കെ വരും. അപ്പം എന്താ ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇപ്പം മഴയാണ്, എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പം വീടിൻ്റെ ഉള്ളിൽ വല്ല ക്ലീനിങ്ങോ അങ്ങനെയൊക്കെ നടത്തുക. അതുപോലെ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ക്ലീനിങ് ചെയ്ത് നല്ല വൃത്തിയായില്ല അവിടെ, അപ്പം സന്തോഷമായി. അല്ലാണ്ട് വെറുതെ ഇരുന്നാൽ അപ്പം നമുക്ക് തോന്നും തിന്നണം, വിശക്കണം എന്നൊക്കെ തോന്നും. അപ്പം തിന്നും നമ്മളെന്തെങ്കിലുമൊക്കെ. തിന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തടി കൂടും, വെയിറ്റ് കൂടും, അപ്പം അസുഖം വരും.
അതുകൊണ്ട് അധികം ഭക്ഷണമൊന്നും കഴിക്കണ്ട. വർഷക്കാലത്ത് പണി കുറവല്ലേ, ഭക്ഷണം കുറച്ച് കഴിക്കുക, എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുക വീടിൻ്റെ ഉള്ളിൽ. എല്ലാ പണികളും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടി വി കാണുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അതിന് വിനോദങ്ങളിൽ ഏർപ്പെടുക. ചെസ്സ് കളിക്കുക, ക്യാരംസ് കളിക്കുക, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ക്വിസ് മത്സരങ്ങൾ ആ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ സമയം പോകും, മനസ്സിന് സന്തോഷം കിട്ടും, മനസ്സിലേക്ക് ദുഷ്ടവിചാരങ്ങളൊന്നും വരില്ല. അങ്ങനെ സന്തോഷം ഉണ്ടാക്കുക. അല്ലാണ്ട് വെറുതെ ഇരുന്നാൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ശരിയല്ല? നമുക്ക് അതിനുള്ള നേരം ഉണ്ടാകും. നമുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും പണി ഉണ്ടാവും അല്ലേ? അത് അതുകൊണ്ട് നമുക്ക് ഒന്നിനും നേരമില്ല, വിഷമിക്കാനൊന്നും നേരമില്ല. അങ്ങനെ ചക്കക്കുരു കെട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ വർത്താനം പറഞ്ഞ് ചക്കക്കുരു വെട്ടി. അപ്പം എന്താ ഗുണം കിട്ടിയത്? വർത്താനവും കഴിഞ്ഞു, പണിയും കഴിഞ്ഞു. ഇത്ര ചക്കക്കുരു വെട്ടി കേട്ടോ. ചക്കക്കുരു വെട്ടി 4 ഒന്ന് പൊളിക്കാം. നമ്മൾ ഇത്ര ചക്കക്കുരുവാണ് കേട്ടോ നന്നാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ നീളത്തിൽ പൊളിച്ചേക്കണ്ട, 4 പൊളിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കുക്കറിലിടാം. നമ്മളത് കൂട്ടിടുന്നത് ഒന്ന് മുരിങ്ങക്കായ, ഒന്ന് മാങ്ങയുണ്ട്. ഇത് രണ്ടും വേഗം വേവണതാണ്. അപ്പം ഇതിൻ്റെ കൂടെ വേവിക്കണ്ട, നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. മേലെ വെള്ളമൊഴിച്ചു, മഞ്ഞപ്പൊടിയും ഒക്കെ നമുക്ക് കഷ്ണം ഇടുമ്പോൾ ഇടാം. അപ്പം നമുക്കിത് അടച്ചിട്ട് വിസിൽ വെക്കാം. 2-3 വിസിൽ വന്നാൽ നന്നായിട്ട് ചക്കക്കുരു വെന്തിട്ടുണ്ടാവും. ഇപ്പം പ്രഷർ പോയി കഴിഞ്ഞു, തുറന്ന് നോക്കാം നമുക്ക്. വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ച് ചേർക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഉപ്പിടണം. ഉപ്പിട്ടു, ആവശ്യത്തിന് കല്ലുപ്പാണ്. വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചു. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഒറ്റ വിസിൽ മതി കേട്ടോ, 1 വിസിൽ മതി. അപ്പം നന്നായിട്ട് വെന്തുണ്ടാവും. മുരിങ്ങക്കായും മാങ്ങയും പെട്ടെന്ന് വേവണതാണ്. അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കാം. 1 മുറി നാളികേരമാണ് വച്ചിരിക്കുന്നത്. ചെറിയ മുറിയായിരുന്നു, അത് മതി. അതിലേക്ക് 1 ചെറിയ ടീസ്പൂൺ ജീരകം ഇടാം. സാധാരണ ജീരകം, അവിയലിലേക്കൊക്കെ അരയ്ക്കണ ജീരകം തന്നെ. പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞു, തുറന്ന് നോക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നിട്ട് അതിലേക്ക് നാളികേരം ചേർത്തു. ഞാൻ ചേർക്കണത് വീഡിയോ വിട്ടുപോയിട്ടോ. തുറന്ന വഴിക്ക് തന്നെ വെന്തുണ്ടെന്ന് മനസ്സിലായി. അപ്പം തന്നെ ഞാൻ അതിലേക്ക് നാളികേരം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചു. അതിനുശേഷം വാങ്ങി വെച്ചു. ജയശ്രീ വറുത്തിടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ആ കറിയിലേക്ക് തന്നെ ഞാൻ വയ്ക്കുകയാണ്. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു, കടുകിട്ടു, ഉലുവയിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞു, ഉലുവിടാം. ഉലുവിട്ടു. പിന്നെ ഡ്രൈ ചില്ലി, അതായത് വറ്റൽമുളക് 1 പൊട്ടിച്ചിട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാം.
ഓക്കേ, പണി കഴിഞ്ഞു. അടച്ചു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനാണ് ചക്കക്കുരു, മാങ്ങ പ്ലസ് മുരിങ്ങക്കായ. ചോറെടുത്തു. നമ്മളുടെ സ്പെഷ്യൽ കറി ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ. കടലക്കറിയുണ്ട്. സൂപ്പർ കറിയാട്ടാ, കഴിച്ചു നോക്കൂ. ജസ്റ്റ് അറിയിക്കാറില്ല അല്ലേ? ആ, പരിപ്പിടും. ഇത് പരിപ്പില്ല നാളെ കഴിച്ചു നോക്കൂ. അടിപൊളി കറിയാട്ടോ, ചിലവൊന്നുമില്ല. ഈ മുരിങ്ങക്കായ അനുവന്ന് പോകണമെന്താ, പിന്നെ കറിവേപ്പില അനുവണെന്താ, ചക്കക്കൂര് നമ്മുടെ ഇവിടെ ഉണ്ടായതാ, മാങ്ങ നമ്മുടെ ഉണ്ടായതാ, നമ്മൾ വെച്ചു. പരിപ്പിടുണ്ടാ, പരിപ്പാടുന്ന ചൂടാ. അത് നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടാവില്ലേ? ഇവിടെ വന്നതാരാട്ടോ, എന്നാ ഭയങ്കര ചൂടാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ.